ശ്രീ ജയേന്ദ്രൻ, 4126 എന്ന ഔദ്യോഗിക കണക്കാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത്. അത് തന്നെ പാർട്ടി നേതാക്കളും ആവർത്തിച്ചു പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ ആ വേദിയിൽ ജനങ്ങളിരിക്കുന്ന ഭാഗത്ത് ഒഴിഞ്ഞ നിരവധി കസേരകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് എന്നും കൂടി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥ കാഴ്ചയല്ല. അത് ആകാമല്ലോ, ആക്കാമല്ലോ മാധ്യമങ്ങൾക്ക് എന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അങ്ങയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആദ്യം. സ്മൃതി, ഈ കേസിൽ പിന്നെ നമ്മൾ ഈ ഒരു തർക്കത്തിൽ ഇന്നലെ ഈ പരിപാടിയിൽ ആദ്യന്തം പങ്കെടുത്ത ആളാണ് ഞാൻ. രാവിലെ 8:30 മുമ്പേ അവിടെ ചെന്ന ആളാണ്. വൈകുന്നേരമാണ് മടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് ഈ വിവാദം ഉണ്ടാകുമ്പോഴൊക്കെ ഞാനിങ്ങനെ പിന്നെ എനിക്ക് വാസ്തവത്തിൽ ഒരു വലിയ അതിശയമാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ അവിടെ സംസാരിക്കപ്പെടുന്നതെന്നുള്ളത്. പക്ഷെ ഉച്ചയായപ്പോഴേക്ക് അതിൻ്റെ വസ്തുത അറിയാതെയാണെങ്കിലും UDF-ലെ ഒരു പ്രമുഖ നേതാവിൽ നിന്ന് തന്നെ പുറത്തു വന്നതോടുകൂടി കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത്. വസ്തുത തന്നെ അദ്ദേഹം പറഞ്ഞത്. അതിരിക്കട്ടെ, അതിലേക്ക് വരാം. അതിനു മുൻപ് പിന്നെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് 9:30-ക്കാണ്. പക്ഷെ 10 മണിക്കാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് എത്തിയത്. അദ്ദേഹം 48 മിനിറ്റാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അതിനുശേഷം 11:30 വരെ ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ആശംസാ പ്രസംഗങ്ങളും ഒക്കെയായി, അധ്യക്ഷ പ്രസംഗവും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞു പോയി. 11:35-നാണ് സെഷൻ തുടങ്ങുന്നത്. ചർച്ചകൾ 3 തരത്തിലായിരുന്നല്ലോ ചർച്ചകൾ. പിന്നെ അതറിയാമല്ലോ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് മാസ്റ്റർ പ്ലാൻ, പിന്നെ മറ്റൊന്ന് ഈ ക്രൗഡ് മാനേജ്മെന്റ്, മറ്റൊന്ന് ടൂറിസം പിൽഗ്രിം സർക്യൂട്ട്. ഈ 3 കാര്യങ്ങളാണ് 3 വേദികളിലായി ചർച്ച ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ജാം പാക്ഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലായിരുന്നു അവിടെ ആളുണ്ടായിരുന്നത്. അവിടെ ആരെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പോർട്ടർ സംഘം TV പ്രസാദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ അവിടെ. അവരുടെ അത് തക്ഷണം തന്നെ കാണികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ചാനലിന്റെ ആൾക്കാരുണ്ടായിരുന്നു, മറ്റു മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ 11:35 ആയപ്പോഴാണ് എല്ലാവരും പിരിയുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദി വിട്ടപ്പോഴേക്ക് സ്വാഭാവികമായി കുറെ ആൾക്കാർ പോവും. അല്ലാത്ത കുറെ ആൾക്കാർ മന്ത്രിമാരെ കാണാനും ഒക്കെ ആയിട്ട് അവരും മാറിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള ഒരു കാര്യം, പങ്കെടുക്കുന്ന എല്ലാവർക്കും ചർച്ചയിൽ ഇടപെടാനോ പങ്കെടുക്കാനോ കഴിയില്ല. 3 വേദികളിലായി നടക്കുന്ന ചർച്ച, അത് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും പങ്കെടുക്കുന്നവർക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ആ ഒരു ബാഗുണ്ട്, അതില് കടലാസുണ്ട്, അതിൽ കുറിച്ച് സംഘാടകർ കൊടുക്കാവുന്നതാണ്. അതും അനൗൺസ് ചെയ്യപ്പെട്ടു. മന്ത്രി വാസവൻ തന്നെയാണ് അതും പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുമ്പേ പറഞ്ഞ UDF-ലെ ഒരു രാഷ്ട്രീയ നേതാവ് ഭാഗികമായ ഒരു UDF ഇങ്ങനെ തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു തരം ഈ പൊളിറ്റിക്കൽ ഹിപ്പോക്രസി തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, വസ്തുത പറയുകയാണ്. മറ്റാരുമല്ല, കൊല്ലം MP RSP നേതാവുമായ പ്രേമേന്ദ്രൻ MP ആണത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ടില്ലേ, പിന്നെ മാധ്യമങ്ങൾ എല്ലാം ചാനലുകളിലൂടെ കാണിക്കുമ്പോൾ 3 വേദികളിലും ആളില്ലാതെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സംഗതി അതിന്റെ ഗുട്ടൻസ് പിടികിട്ടി. സംഭവം ഇതാണ്. ഏതാ, ഈ 11:30-ക്ക് മുഖ്യവേദിയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി സെഷൻ, മറ്റേ ചർച്ചാ സെഷൻ, പ്രധാനമായിട്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ മാത്രം പ്രധാന വേദിയിൽ നടക്കുന്നു. പുറത്തുള്ള മറ്റ് 2 വേദികളിൽ ഞാനീ പറഞ്ഞതുപോലെ പിൽഗ്രിം ടൂറിസവും മറ്റൊന്നിൽ ക്രൗഡ് മാനേജ്മെന്റും നടക്കുന്നു. അപ്പൊ ആ വേദികളിലേക്ക് ആൾക്കാർ വന്നിരിക്കുന്നവർ 3ആയിട്ട് മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും വേദി നിറയില്ല, കസേരകൾ ഇഷ്ടംപോലെ മിച്ചവും ഉണ്ടാവും. അതിലെന്താണ് തെറ്റ്? ഒരു കാര്യം. മറ്റൊന്ന്, ഇത്രത്തോളം ഉത്തരവാദിത്വമില്ലായ്മ എന്തിനാണ് ഈ പ്രതിപക്ഷം കാണിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, എന്താണ് ഇതിന്റെ ഈ ബേസിക് ഫാക്ടർ? എന്താണ് ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ് എന്ന് നേരത്തെ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കുകയും മുഖ്യമന്ത്രിയുടെ ഞാനീ പറഞ്ഞ 48 മിനിറ്റ് പ്രസംഗത്തിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസോടും കൂടിയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. ആ പ്രശ്നത്തിൽ എന്തെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായി പറയാൻ അവകാശമുള്ളവരാണ് പ്രതിപക്ഷം. മാധ്യമങ്ങൾ, വിമർശകർ ഒക്കെ അതിന് അവകാശമുള്ളവരാണ്. പക്ഷെ അതൊന്നും അല്ല കാണുന്നത്. പങ്കെടുത്തവർ ഇത്രയാണെന്ന് പറയുന്നത് തെറ്റാണ്.
ഇത്ര പേര് പങ്കെടുത്തിട്ടില്ല. എല്ലാ കസേരകളുടെ ബാഹുല്യമാണ് കണ്ടത്. ആണെന്ന് ഞാൻ മുഖവിലേക്ക് അതെല്ലാം അങ്ങ് എടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി പ്രേമേന്ദ്രൻ പറഞ്ഞതും മാറ്റിവെച്ച് ഞാൻ അതൊക്കെ അങ്ങ് ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. അല്ല, അങ്ങ് പറഞ്ഞു വരുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കട്ടെ ശ്രീ ജയേന്ദ്രൻ, അതായത് NK പ്രേമചന്ദ്രൻ പറഞ്ഞതിന് ശേഷമാണ് ക്യാമറകൾ ഈ ഒഴിഞ്ഞ കസേരകൾ കാണിച്ചെന്നാണോ? NK പ്രേമചന്ദ്രൻ അവിടെ അതിഥി ആയിരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും TV-യിൽ വാർത്ത കണ്ട് ഈ തത്സമയ സംപ്രേഷണം കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കുമല്ലോ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, ഞാൻ NK പ്രേമേന്ദ്രൻ പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞത്. NK പ്രേമേന്ദ്രൻ അർത്ഥസത്യമെങ്കിലും പറഞ്ഞുവല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആ ഒരു അർത്ഥസത്യമെങ്കിലും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. സംഭവത്തിന്റെ ശബരിമല നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ശ്രീ ജയേന്ദ്രൻ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെയാണ് ഒഴിഞ്ഞ കസേരകൾ അവിടെ ഉള്ളത്. അല്ല, അത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒഴിഞ്ഞ കസേരകൾ എന്നുള്ളത് ഞാൻ ഒട്ടും യോജിക്കാത്തൊരു കാര്യമാണ്. കാരണം ഏറ്റവും മുന്നിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആ ഭാഗത്ത് തന്നെ, മുൻഭാഗത്ത് തന്നെ ഉള്ള ആളായിരുന്നു. എനിക്കറിയാം അവിടുത്തെ എത്രത്തോളമായിരുന്നു തിരക്കെന്നുള്ളത്. ഈ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് ഞാൻ അതിന് ടെക്നിക്കാലിറ്റീസിലേക്ക് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പക്ഷേ വരുന്ന 10 മണി വരെയുള്ള സമയത്ത് പല കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാനത് പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നുണ്ടെന്നേ. ഇത് ഈ പല കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു മുഖ്യമന്ത്രി എത്തുന്നത് വരെ. അതിനുശേഷമാണ് ആൾക്കാർ മുഖ്യമന്ത്രി വേറൊരു ഗേറ്റ് വഴിയും വേറൊരു വാതിൽ വഴിയുമാണ് കയറുന്നത്. മെയിൻ എൻട്രൻസ് വഴിയല്ല വരുന്നത്. അപ്പൊ ഇദ്ദേഹം 10 മണിക്ക് വേദിയിൽ വന്നപ്പോഴേക്കാണ് പെട്ടെന്ന് പുറത്തു നിന്ന് ആൾക്കാരെല്ലാം കൂടെ അകത്തോട്ട് വരുന്നു. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ എല്ലാവരും ഇരിക്കണമെന്ന് മന്ത്രി വാസവൻ വീണ്ടും ആവശ്യപ്പെടുന്നു. കാരണം ഒരുപാട് പേര് നിൽക്കുകയാണ്. മീഡിയ സെന്ററിന്റെ അവിടെ കുറെ പേര് കൂടി നിൽക്കുന്നു. ക്യാമറകളുടെ 2 വശത്തും കുറെ പേര് നിൽക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ വേദിയുടെ മുമ്പിൽ തന്നെ ഒരു സൈഡിലായിട്ട് മാറി നിൽക്കുന്നു. അപ്പോഴാണ് മന്ത്രി തന്നെ അനൗൺസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കാണുകയാണല്ലോ, ലൈവായിട്ട് കാണുകയാണല്ലോ. അപ്പൊ അതിന്റെ അകത്തൊക്കെ ഇത് ഒന്നും നുണ പറയേണ്ട കാര്യമില്ല. ഇതൊന്നും നുണ പറഞ്ഞ് എന്ത് നേടാനാണ് എനിക്കിവിടെ? ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനെന്നല്ല, ആരും ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദമാഷ് ഇങ്ങനെ പറഞ്ഞതിൽ പോയി എനിക്ക് വിയോജിപ്പാണ് സ്മൃതി ഉള്ളത്. അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെ ഇതിന്റെ നമ്പർ ഗെയിം അല്ലല്ലോ ഇത്. അദ്ദേഹം അതൊന്നും പറഞ്ഞത് തർക്കിക്കുകയോ സമയം കളയുകയോ ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? അതല്ല, ഇതിന്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗോള അയ്യപ്പ സംഗമം, അതാണ്. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.